ഉണ്ടാവട്ടെ എന്ന് പറയുന്ന ഒരു സമൂഹം ഉണ്ടാകും. ആ വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ദുആക്ക് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സജീവവരുകള് കഴിഞ്ഞ വർഷങ്ങളിൽ എത്രയോ ആരോപണങ്ങൾ കേട്ടവരാണ്, എത്രയോ കല്ലേറുകൾ കൊണ്ടവരാണ്. സോഷ്യൽ മീഡിയകളിലൂടെ ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ടു. എന്റെ സജീവവരുകൾ ആരെങ്കിലും എതിർത്തോ? എല്ലാ സമയത്തും പുഞ്ചിരിച്ച് എല്ലാവർക്കും സമാധാനം നൽകി. അതാണ് ഖുർആൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ ചില അടിമകളുണ്ട്. ആ അടിമകളുടെ പ്രത്യേകത എന്താണ്? അവർ ആരെങ്കിലും ആക്ഷേപിച്ചു കഴിഞ്ഞാൽ, അവർ ആരെങ്കിലും എതിർത്തു കഴിഞ്ഞാൽ അവർ പറയും സലാമാ, എല്ലാവർക്കും സമാധാനം, എല്ലാവർക്കും സമാധാനം, എല്ലാവർക്കും സമാധാനം. ആ സമാധാനമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സയ്യിദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. ആക്ഷേപങ്ങള് ക്രൂരമ്പുകളായി വന്നപ്പോഴും ഒരുപാട് ആക്ഷേപങ്ങൾ വന്നു. സോഷ്യൽ മീഡിയകളിൽ അരങ്ങു തകർത്തു, ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചു. അപ്പോഴൊക്കെ എല്ലാവർക്കും വേണ്ടി സലാമത്തിന് വേണ്ടി ദുആ ചെയ്ത നമ്മുടെ സയ്യിദ് അവറുകൾ, ആ സയ്യിദ് അവറുകളാണ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നത്. ആരോടും ദേഷ്യമില്ല, ആരോടും പകയില്ല, ആരോടും വിദ്വേഷമില്ല. എന്തേ കാരണം? അത് ഖുർആൻ പഠിപ്പിച്ചതാണ്. ഖാലൂ സലാമാ, എല്ലാവർക്കും രക്ഷയുണ്ടാവട്ടെ, എല്ലാവർക്കും രക്ഷയുണ്ടാവട്ടെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ ദുആ ചെയ്യുമ്പോ മറ്റുള്ളവരെ ആക്ഷേപിച്ചവരാണെങ്കിൽ, മറ്റുള്ളവരെ ചീത്ത പറഞ്ഞവരാണെങ്കിൽ, ബറാഅത്തിന്റെ രാവിലെ നമ്മൾ ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടില്ല. അല്ലാഹു നമ്മളെ തൗഫീഖ് വിഭാഗത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ചുരുക്കുകയാണ്. പിന്നൊരു വിഭാഗത്തെ ഓർമ്മപ്പെടുത്തി. മുതുമുനിൽ ഖുർആൻ, കള്ള് കുടിക്കുന്നവരുണ്ടോ? ആ വീട്ടിൽ കള്ള് കുടിക്കുന്നവർക്കും കുടിയന്മാര് ദുആയിൽ ഉൾപ്പെടുത്തോ? അവർക്കും അല്ലാഹു നാളത്തെ രാത്രി ദുആ ചെയ്തിട്ട് ഉത്തരം കൊടുക്കില്ല. ഇന്ന് ലഹരി വളരെ അതിശീഘ്രം അതിന്റെ വ്യാപനം, അതിന്റെ കമ്പോളം, അതിന്റെ വിൽപ്പന എല്ലാ പ്രദേശങ്ങളിലും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി ഭയപ്പെടേണ്ടതാണ്. നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് ലഹരി കയറി വന്നിരിക്കുകയാണ്. നമ്മുടെ വീടിന്റെ റൂമുകളിലേക്ക് ലഹരി കയറി വന്നിരിക്കുകയാ. ഇത് ഒരു പക്ഷേ പറയുമ്പോ നിങ്ങൾ ചോദിക്കും, എന്തേ ഉസ്താദേ, എന്റെ വീട്ടിലെ കള്ളില്ലല്ലോ, എന്റെ വീട്ടിലെ ലഹരി ഇല്ലല്ലോ എന്ന് നമ്മളൊരു പക്ഷേ മനസ്സിൽ ആശ്വാസം കൊണ്ടേക്കാം. പക്ഷേ ഇന്ന് അവസ്ഥകൾ മോശമാണ്. നമ്മുടെ മക്കളുണ്ടല്ലോ, 15ഉം 16ഉം വയസ്സായ മക്കള് എത്രയോ ലഹരികൾക്ക് അടിമകളാണ്. ക്യാമ്പസുകൾ ലഹരി വിൽപ്പനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇന്ന് +2 പഠിക്കുന്ന മക്കള്, +1 പഠിക്കുന്ന മക്കള് ലഹരികൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഉമ്മാക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാതെ, ഉപ്പാക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത മേഖലകൾ നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. സയ്യിദ് അവറുകളുടെ അടുക്കൽ ഒരു ദിവസം എത്രയോ കേസുകൾ വരുന്നു. തങ്ങളുപ്പാ, എന്റെ മോന് ലഹരി ഉപയോഗിക്കുകയാണ്, എന്റെ മോൻ മദ്യപാനിയാണ്, ഒന്ന് ദുആ ചെയ്യണേ, ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് എത്രയോ സഹോദരിമാര് തങ്ങളുപ്പാന്റെ സമീപത്ത് വരുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ വീട്ടിൽ അങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ഒരാളുണ്ടോ? നമ്മള് പ്രാർത്ഥനക്ക് നാളെ പ്രതീക്ഷ വെക്കണ്ട. ഒരുപക്ഷെ അത് ചെറിയ പാക്കല്ലേ, ചെറിയ വസ്തുവല്ലേ, ചെറിയ ഗുളികയല്ലേ, അതൊരു വൈബല്ലേ എന്നൊക്കെ പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്ന ആളുകളും മക്കളും നമ്മുടെ ഇടയിലുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്തേക്ക് മദീന പള്ളിയിൽ പുണ്യനെ വീരിക്കുമ്പോ ഒരു മനുഷ്യൻ റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് കടന്നു വരികയാണ്. ആ സഹോദരൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ ജയ്ഷാനിൽ നിന്ന് വരുന്നതാണ്. ജയ്ഷാൻ എന്ന് പറയുന്ന യമനിൽപ്പെട്ട സ്ഥലമാണ്. ഞങ്ങൾ യമൻകാരാണ് നബിയേ. ഞങ്ങളൊരു കുടിക്കുന്ന ഒരു പാനീയത്തെ കുറിച്ച് ഞങ്ങൾ ചോദിക്കാറ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, ഞങ്ങളുടെ പ്രദേശത്ത് ശക്തമായ തണുപ്പാണ്. ഞങ്ങളെ കൃഷിയിടങ്ങളിൽ നിന്ന്, ഞങ്ങളെ ചോളകത്തിൽ നിന്ന്, ഞങ്ങളെ ഗോതമ്പിൽ നിന്ന് ചെറിയ പാനീയമുണ്ടാക്കി അത് ഞങ്ങൾ തണുപ്പിന് ഉപയോഗിക്കാറുണ്ട് ഹബീബേ. അത് ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ റസൂലേ?
അള്ളാന്റെ റസൂല് യമനിൽ നിന്ന് വന്ന ജയ്ഷാനിൽ നിന്ന് വന്ന സഹോദരനോട് അള്ളാന്റെ റസൂല് ചോദിക്കാണ്, അവ മുസ്കിറുൻ ഹുവ, നിങ്ങൾ കുടിക്കുന്നത് നിങ്ങൾക്ക് ചെറിയൊരു ആനന്ദം ഉണ്ടാവാറുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരി, കഴിഞ്ഞ മാസമാണ് മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ട് ചോദിക്കുമ്പോ ആ കുട്ടി പറയാണ്, ഉസ്താദേ അതിന് വലിയ ലഹരിയൊന്നുമില്ല, അത് ചെറിയൊരു വൈബാണ്, എനിക്കൊരു ഉന്മേഷത്തിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചതാണെന്ന് പറയുമ്പോ മദ്രസകളിൽ പഠിക്കുന്ന മക്കള് പോലും ലഹരിന് അടിമപ്പെടുമ്പോ ഏത് സന്തോഷം നീ അതിൽ കണ്ടെത്തിയാലും, ഏത് ആനന്ദം നീ കണ്ടെത്തിയാലും, ഏത് സുഹൃത്തിന്റെ പ്രചോദനത്തിന് വഴിപ്പെട്ടാലും അള്ളാന്റെ റസൂല് ചോദിക്കാറ്, അവ മുസ്കിറുൻ, അതിൽ ലഹരിയുണ്ടോ? ജയ്ഷാനിൽ നിന്ന് വന്ന ആ സഹോദരൻ അള്ളാന്റെ റസൂലിനോട് പറയാണ്, അതിൽ ലഹരിയുണ്ട്. അള്ളാന്റെ റസൂല് ഉടനെ തന്നെ പറയുന്നു, കൊല്ലു മുസ്കിറിൻ ഹറാം, എല്ലാ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളും ഹറാമാണ്. എന്നിട്ട് അള്ളാന്റെ റസൂല് ഈ സമൂഹത്തിനൊരു കാര്യം പഠിപ്പിക്കുകയാണ്, കള്ള് കുടിയന്മാർക്ക് അള്ളാഹു ഒരു കരാറ് ചെയ്തിട്ടുണ്ട്. എന്തേ ആ കരാർ എന്നറിയുമോ? അയ്യുസ്തിയഹു മിൻ തീനത്തിൽ ഖബാൽ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കള്ള് കുടിയന്മാരുണ്ടല്ലോ, മദ്യപാനികളുണ്ടല്ലോ, അവർക്ക് നാളെ ആഖിറത്തിൽ തീനത്തുൽ ഖബാൽ കുടിപ്പിക്കപ്പെടുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. ഖാലു, ആ സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഖാലു, സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വമാ തീനത്തുൽ ഖബാൽ, എന്താണ് തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇർഖു അഹ്ലിന്നാർ, അത് നരകവാസികളിൽ നിന്ന് ഒലിച്ചു വരുന്ന വിയർപ്പുണ്ടല്ലോ. അസാറത്തു അഹ്ലിന്നാർ, അല്ലെങ്കിൽ നരകവാസികളിൽ നിന്ന് ഒലിച്ചു വരുന്ന ജലമുണ്ടല്ലോ, അവരുടെ ജ്യൂസ് ഉണ്ടല്ലോ, ആ ജ്യൂസാണ് കള്ള് കുടിയന്മാർക്ക് നാളെ ആഖിറത്തിൽ കുടിപ്പിക്കപ്പെടുക എന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, എന്റെ സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രവിക്കുന്നവരെ, നാളത്തെ രാത്രി നമ്മൾ ദുആ ചെയ്യുമ്പോ കള്ള് കുടിയന്മാര് നമ്മുടെ വീട്ടിലുണ്ടോ? ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി സദഖ നൽകിക്കൊണ്ട് അവരൊന്നിൽ നിന്ന് ദുഷിച്ച ആ ചിന്തയിൽ നിന്ന്, ആ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ, അള്ളാന്റെ മദ്രസയെ, അള്ളാന്റെ ദീനിനെ സഹായിക്കാൻ ഒന്ന് നീയത്ത് വെച്ചോ. എന്നാൽ അത് നമുക്ക് രക്ഷയാണ്. അല്ലാതെ നമ്മുടെ വീട്ടിൽ മദ്യപാനിയുണ്ട്, മകൻ ലഹരിക്ക് അടിമയാണ്, നാളത്തെ രാത്രി ദുആ ചെയ്തിട്ട് ആ മകൻ വീട്ടിലിരിക്കെ ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടില്ലെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു മറ്റൊരു വിഭാഗം, അത് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരാണ്. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളാണോ, അവർക്കും നാളത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല. വീണ്ടും അല്ലാഹുവിന്റെ റസൂല് പഠിക്കാണ്, വാക്കിലുർ റിബാ, പലിശ തിന്നുന്ന ആളുകളുണ്ടോ, അവരെ പ്രാർത്ഥനക്കും നാളെ ഉത്തരം കിട്ടില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ആരെങ്കിലും അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നേഹിതന്മാർ, നമ്മുടെ സ്നേഹിതമാർ, നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ മക്കള്, നമ്മുടെ ഭർത്താക്കന്മാര്, നമ്മുടെ ഭാര്യമാര് ഈ പറഞ്ഞ ഏതെങ്കിലും വിഭാഗത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹ്